ദിനു, താങ്കളും അധ്യാപകനാണല്ലോ, ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനാണല്ലോ, സോഷ്യോളജി വിഭാഗം. ദിനു, ഇവിടെ ഇപ്പോൾ ഈ സമയം ഈ കുട്ടികളൊന്നും പുറത്തേക്ക് ഒരു അക്ഷരം മിണ്ടില്ല. ഓർത്തു നോക്കൂ, ഇക്കാലമത്തിന് കൂടെ പഠിച്ച ഒരു സഹപാഠിയാണ്, കൂടെ കളിച്ചവനാണ്, കൂടെ എല്ലാ സുഖദുഃഖ പങ്കാളിയാണ്. മരിച്ചുപോയിട്ട് എങ്ങനെ മരിച്ചുപോയിട്ട് അവിടെ ആ വീട്ടിലേക്ക് ഒറ്റ കുട്ടി വന്നിട്ടില്ല. കാരണം എന്താണ്? ഭാവി തൊലച്ചു കളയുമെന്ന ഈ റാമിൻ്റെയും ഈ സംഗീത നമ്പ്യാരുടെയും ബാക്കി ഈ പറഞ്ഞ മാഫിയ സംഘത്തിൻ്റെ ഭീഷണി. ശ്രീ ദിനു, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ അലൂമിനി ഗ്രൂപ്പുകൾ ഇപ്പോഴുള്ള ചർച്ച എന്താണെന്നറിയോ? ഇപ്പോൾ നടക്കുന്ന ചർച്ച, അവിടെ കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നേരിടുന്ന ടോർച്ചറിൽ അവർ അതിജീവിച്ചതിനെ പറ്റിയാണ് ചർച്ച. ഇടിയപ്പത്തിൻ്റെ മറ്റേ സാധനമില്ലേ, ഇടിയപ്പത്തിനകത്ത് മാവ് വെച്ച് പീച്ചില്ലേ, അങ്ങനെ പീച്ചുന്ന പോലെ കുട്ടികളെ പീഡിപ്പിച്ചിറക്കി ആത്മഹത്യ ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികളുടെ സങ്കട സാക്ഷ്യങ്ങൾ ആ ഗ്രൂപ്പിൽ വന്ന് നിറയാ. ഇപ്പോൾ ഒന്നും പുറത്തോട്ട് വരില്ല, കാര്യം അവർക്ക് പേടിയാ. കാര്യം പഠിച്ചിറങ്ങിയാലും ഇവരുടെ ഭാവി ഏതെങ്കിലും തരത്തിൽ തുറക്കാൻ ഇവർക്ക് കഴിയും. ഭീകരമാണ് ദിനു. ഇതിന് തടയിടുന്നില്ലെങ്കിൽ, ഒരു സമരം പോലും ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമാണ്. ഹാഷ്മി, ജാതിയെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് ജാതി ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെന്നുള്ളതാണ്, മാനസിക അവസ്ഥയാണെന്നുള്ളതാണ്. സ്വന്തം സഹപാഠി മരിച്ചിട്ട് പോലും ഒരാൾക്ക് പോലും ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തോന്നാത്തത്, അല്ലെങ്കിൽ അത്രമേൽ പ്രഷർ ഉണ്ടാവുന്നത് ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ പോലും നാളിതുവരെ ആയിക്കൊണ്ട് ആ കുട്ടിയുടെ വിഷമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്താതിരിക്കുന്നത്. ഒരുപക്ഷെ സ്റ്റാഫ് റൂമിനെ കുറിച്ച് ആ ഓഡിയോയ്ക്കകത്ത് നിതിൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. നോക്കൂ, വിദ്യാഭ്യാസം നൽകേണ്ട അധ്യാപകർ ഇരിക്കുന്ന സ്ഥലങ്ങളെയാണ്, ഗുണ്ടകളുടെ സ്ഥലത്തെ കുറിച്ചിട്ടല്ല അവരത് പറഞ്ഞത്. കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിന്റെ പേരാണ് സ്റ്റാഫ് റൂം എന്നാണ് ആ വിദ്യാർത്ഥി പറഞ്ഞു വെച്ച് പോയിട്ടുള്ളത്. ഇന്ന് അവരുടെ വീട്ടിലെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന സമയത്ത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ശരിക്കും ചങ്ക് പൊട്ടുന്ന അവസ്ഥയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ ID കാർഡ് കൈ പിടിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ, ഇതിന്റെ അച്ഛൻ മൃതദേഹത്തിന്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെയാണല്ലോ ഞാൻ നിന്നെ വിട്ടതെന്ന്, നിന്റെ തലയ്ക്കും ചുണ്ടിനും താടിക്കും ഒക്കെ എന്ത് പറ്റിയെന്ന് വിലപിക്കുന്ന സമയത്ത് ഓരോ ഇത്തരം മാർജിനലൈസ് സമൂഹത്തിൽ നിന്ന് വരുന്ന ഓരോ വിദ്യാർത്ഥികളും കേവലം അവരവരുടെ സ്വപ്നം കൊണ്ട് മാത്രമല്ല വരുന്നത്, അതൊരു സമുദായത്തിന്റെ സ്വപ്നം കൂടിയാണ്. കൂലിപ്പണിക്കാരനായ അച്ഛന്റെയും തൊഴിലുറപ്പിന് പോകുന്ന അമ്മയുടെയും കൂടെ സ്വപ്നം കൂടിയാണ്. ഇത്തരത്തിലുള്ള കുടുംബങ്ങളുടെ സ്വപ്നം കൂടിയാണ് ജാതീയത ഇവിടെ ഇല്ലാതാക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. നോക്കൂ, 22 വർഷം മുമ്പ് 2004 രജനി S ആനന്ദ് എന്ന് പറയുന്ന ദളിത് വിദ്യാർത്ഥി എൻട്രൻസ് കമ്മീഷന്റെ മുകളിൽ നിന്ന് 1200ഓളം രൂപ ഹോസ്റ്റൽ ഫീസ് മാസം അടയ്ക്കാനുള്ള ലോൺ കിട്ടാഞ്ഞിട്ടാണ് 7ാം നിലയ്ക്ക് നിന്ന് താഴെ വീണ് മരിച്ചത്. ഇന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഹാഷ്മി അവർക്ക് 42 വയസ്സാകുമായിരുന്നു. അവരൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലി ചെയ്യുമായിരുന്നു. അവർക്കൊരു കുടുംബം ഉണ്ടാകുമായിരുന്നു. നോക്കൂ, 2007 അജയ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി മരിക്കുന്ന സമയത്ത് 21 വയസ്സാണ് അവന്റെ പ്രായം എന്ന് പറയുന്നത്. ഇന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈഫ് സയൻസിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി അദ്ദേഹം മാറുമായിരുന്നു. 2016 മരിച്ച നമ്മുടെ സഹോദരൻ രോഹിത് വെമുലയ്ക്ക് മരിക്കുമ്പോൾ 26 വയസ്സാണ് പ്രായം. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 37 വയസ്സാകുമായിരുന്നു. കാൾ സാഗനെ പോലെ അവൻ ആഗ്രഹിച്ച പ്രകാരം ഒരു ശാസ്ത്രജ്ഞനായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. സമാനമായിട്ടാണ് മെഡിക്കൽ ഫീൽഡിനകത്ത് പായൽ തഡ്വി എന്ന് പറയുന്ന സഹോദരി 2019 MD ഗൈനക്കോളജി ചെയ്യുന്ന സമയത്ത് മരണപ്പെടുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് അതിക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കിക്കൊണ്ട്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 33ാം വയസ്സിൽ ഇന്നൊരു മികച്ച ഡോക്ടറായിട്ട് അവർ മാറുമായിരുന്നു. 18 വയസ്സ് മാത്രമായിരുന്നു ഈ പറയുന്ന ദർശൻ സോളങ്കിക്ക് മരിക്കുന്ന സമയത്ത് പ്രായം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നൊരു പക്ഷേ 2023 അവൻ മരിക്കുമ്പോൾ 18 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ജീവനാണ് നമ്മൾ കവർന്നെടുത്തതെന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് 21 വയസ്സോടെ BTech പൂർത്തിയായ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ട് അവൻ മാറുമായിരുന്നു. 7 വർഷത്തെ കാത്തിരിപ്പിനോടൊപ്പം പായൽ തഡ്വിയുടെ കുടുംബത്തിന് നീതി കിട്ടിയില്ല. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം രോഹിത് വെമുലയുടെ അമ്മയടക്കം സുപ്രീം കോടതിയിൽ പോയി ജാതീയതയ്ക്കെതിരെ കൃത്യമായ റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവിടെ ഇറങ്ങിയ വളരെ ചുരുക്കം സവർണ ധാർഷ്ട്യമുള്ള വിദ്യാർത്ഥികളുടെ പേരിൽ ആ നിയമം സ്റ്റേ ചെയ്ത സുപ്രീം കോടതിയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. നോക്കൂ, ഇവിടെ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരെയും പോലുള്ള ജാതീയത പേരുന്ന മനുഷ്യർ മനസ്സിലാക്കേണ്ടത് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെയും പിൻബലമില്ലാതെ 2 വർഷം വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ വിദ്യാർത്ഥി വന്നിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളൊന്നും തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് മരിക്കാൻ വേണ്ടി പോയവരല്ല. അവരൊരു കുടുംബത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും പ്രതീക്ഷകളായി നാളുകളിൽ വരേണ്ട വിദ്യാർത്ഥികളായിരുന്നു. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെയാണ്. പഠിക്കാത്തതിന്റെ പേരിലല്ല ക്ലാസ് റൂമിൽ ഇവരാരും അപമാനിക്കപ്പെട്ടത്. പഠിച്ചതിന്റെ പേരിൽ, മാർക്ക് വാങ്ങിയതിന്റെ പേരിൽ, അന്തസ്സോടുകൂടി ജീവിക്കാനും തൊഴിലെടുക്കാനും തീരുമാനിച്ചതിന്റെ പേരിലാണ് ഇവരെല്ലാവരും തന്നെ അപമാനിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
പുഴുത്ത പട്ടി, ഹാഷ്മി പറഞ്ഞ പോലെ പുഴുത്ത പട്ടി എന്നാണ് ഇവർ വിളിച്ചിട്ടുള്ളത്. 122 ആത്മഹത്യകളാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് മാത്രം SC ST OBC കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികളുടേത് മാത്രമായി 2014 2021 ഇടയിലുള്ള കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇത് വളരെ കൃത്യമായി കൊണ്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറും കാസ്റ്റ് ബേസ്ഡ് അട്രോസിറ്റി ആണെന്നുള്ളതും വളരെ കൃത്യമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നോക്കൂ, ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി തന്നെ ഈ അമിത് കുമാർ എന്ന് പറയുന്ന കേസിനകത്തുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ഒരു സൂയിസൈഡ് നടന്നു കഴിഞ്ഞാൽ, അൺനാച്ചുറൽ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പോലീസിനെ അറിയിച്ചു കൊള്ളണമെന്നുണ്ട്. 3:30 മരിച്ച നിതിൻ രാജിനെ, 1:30 വീണ് 3:30 മരിച്ച നിതിൻ രാജിനെ കുറിച്ചുള്ള വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രിൻസിപ്പൽ അറിയിക്കുന്നത് 6 മണിക്കാണ്. 2.5 മണിക്കൂർ വേണമോ ഒരു വിദ്യാർത്ഥി മരിച്ച കാര്യം കണ്ണൂരിലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചറിയിക്കാൻ 2.5 മണിക്കൂർ വേണമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനം കൂടിയാണ്. നോക്കൂ, എല്ലാ മനുഷ്യരും തുല്യനീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ ഇതുപോലെ അപമാനിക്കപ്പെട്ട് ചാക്കിലിരുന്ന് പഠിച്ച് ഒരു ജനതയ്ക്ക് വേണ്ടി മുഴുവൻ ഭരണഘടന എഴുതിയ മനുഷ്യനാണ് ഡോക്ടർ BR അംബേദ്കർ. ഈ മഹാത്മാ അയ്യങ്കാളിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, 112 വർഷങ്ങൾക്ക് മുമ്പ് 1.5 വർഷക്കാലം പട്ടിണി കിടന്ന് സമരം ചെയ്തിട്ടാണ് ഈ സമുദായം ക്ലാസ് മുറികളിലേക്ക് കയറി ചെന്നിട്ടുള്ളത്. അന്ന് പഞ്ചമിയെ ബെഞ്ച് കത്തിച്ചെങ്കിൽ ഇന്ന് കറക്റ്റ് ആയിക്കൊണ്ട് കഴുത്തിൽ കുറുക്ക് കയറിയിട്ടുകൊണ്ടും കൊന്നുകൊണ്ടുമാണ് ഈ ജനതയോട് ഇവർ പ്രതികാരം ചെയ്യുന്നത്. ഈ സംഗീത നമ്പ്യാരും ഡോക്ടർ റാമും സംഗീത നമ്പ്യാരും മാത്രമല്ല, എല്ലാം കണക്കാന്നാ പറയുന്നത്. ഈ പറയുന്ന ഇപ്പൊ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി എല്ലാവരും ഈ പറയുന്ന ഓരോ വൃത്തികേട് പറഞ്ഞ് വേട്ടയാടുമ്പോൾ പുറത്ത് പറഞ്ഞ കയ്യും കാലും പൊട്ടുന്ന വിരട്ടുമ്പോഴത്തേക്ക് നിർത്തറാ നിന്റെ വൃത്തികെട്ട വാക്കെന്ന് പറയാൻ ഒരു അധ്യാപനോട് ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും കണക്കാ. ദിനു, രണ്ടുപേരെ മാത്രം കുറ്റം പറയണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.